नमस्ते छात्रों, प्यारे छात्रों, मैं आशा करती हूँ आप सब लोग हिंदी की नई दुनिया में पहुँच गए हैं। हिंदी बोलकर, हिंदी सुनकर, हिंदी पढ़कर और हिंदी लिखकर अब आप अभ्यस्त हो गए हैं। अब हम सोचेंगे +2 की हिंदी परीक्षाएं कैसी लिखनी है और उसका अंक कितना कितना है। तो +2 में हर साल प्रत्येक साल 100 मार्क की परीक्षा है। दोनों साल के 2 വർഷത്തെയും परीक्षा के अंक को मिलाकर 200 अंक आपको मिलेगा। 2 വർഷത്തെയും പരീക്ഷകൾ കഴിയുമ്പോൾ സെക്കൻഡ് ഇയർ സർട്ടിഫിക്കറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 200 മാർക്കിനാണ്। आप आसानी से हिंदी में पूरा अंक पा सकते हैं। कुछ 6 विषय पढ़ने के लिए हैं। मैं वादा करती हूँ आपको सबसे ज़्यादा अंक हिंदी देगी, सबसे आसानी परीक्षा भी हिंदी होगी। तो फर्स्ट ईयर का 100 मार्क आपको कैसे मिलेगा? देखिए, फर्स्ट ईयर के 100 मार्क में 80 मार्क 80 मार्क्स आपको लिखित परीक्षा के रूप में लिख कर लेना है और बाकी 20 मार्क आपको सीई निरंतर मूल्यांकन में मिलेगा। 100 മാർക്കിൽ ആദ്യത്തെ വർഷത്തെ 100 മാർക്കിൽ 80 മാർക്കിന് എഴുതിയാണല്ലോ വാങ്ങേണ്ടത്। उसके लिए आपको क्या करना है? आपको यह पाठ्य पुस्तक अच्छी तरह पढ़ना है। इसमें केवल 4 इकाइयाँ हैं और बहुत कम छोटे छोटे लेसन्स हैं। ये आसानी से आप पढ़ सकते हैं। ये अच्छी तरह पढ़े, ये पाठ्य वस्तु आप बार बार पढ़कर रेडी कर घर में अभ्यास करें तो आप 80 मार्क पूरा मार्क आप पा सकते हैं। 80 മാർക്കിന് ഈ ടെക്സ്റ്റ് നന്നായി വായിച്ച് പ്രാക്ടീസ് ചെയ്താൽ മതി। ഇതിൻ്റെ എല്ലാ ആശയവും മനസ്സിലാക്കിയാൽ മതി। അവിടെ ലാംഗ്വേജിൻ്റെ ഫ്ലുവൻസിയൊക്കെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് കിട്ടിക്കോളും। ഓക്കെ, ആ പൂർണ്ണ മാർക്കും വാങ്ങാൻ, ആ 80 മാർക്കും വാങ്ങാൻ ഞാൻ നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും തരും। ഒരു വിഷമവും വേണ്ട, നിങ്ങൾക്ക് കിട്ടിയിരിക്കും। ഇനി आ 20 मार्क सी मार्क एंगे किटा? सी मार्क के लिए अनेक इंडिकेटर्स है। मुख्य रूप से 4 इंडिकेटर्स, 4 इंडिकेटर्स ആണ് प्रधान। एक आपका लॉग बुक ഏതാണ്? നിങ്ങൾ नोटबुक എന്ന് സാധാരണ പറയുന്ന लॉग बुक की विशेषता मैंने व्हाट्सएप में लिखा है। എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ ലോഗ് ബുക്ക് കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ വാട്സപ്പിൽ മെസ്സേജ് തന്നിരുന്നു അല്ലേ? പിന്നെ രണ്ടാമത്തെ കാര്യമാണ് आपकी कक्षाई प्रतिक्रिया, क्लासरूम ആക്ടിവിറ്റീസിൽ നിങ്ങളുടെ പങ്കാളിത്തം। ഹോംവർക്ക് ചെയ്യുന്നുണ്ടോ, ക്ലാസ് നന്നായി ലിസൺ ചെയ്യുന്നുണ്ടോ, ക്ലാസ്സിൽ ആബ്സെൻ്റ് ആവാതിരിക്കുന്നുണ്ടോ, പിന്നെ ടീച്ചർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നുണ്ടോ, ഇതൊക്കെയാണ് നിങ്ങളുടെ രണ്ടാമത്തെ ഇൻഡിക്കേറ്ററായ क्लासरूम एक्टिविटीज़। तीसरा है आपका क्या है? स्पोर्ट्स, आर्ट्स आदि में भागीदारी। കലോത്സവത്തിലും ക്വിസ് മത്സരങ്ങൾ, ഇനിയിപ്പം വാട്സപ്പ് വഴി നിങ്ങൾക്ക് ഒരുപാട് ക്വിസ് കോമ്പറ്റീഷനൊക്കെ വരും, അപ്പോൾ അതിലൊക്കെയുള്ള പങ്കാളിത്തവും നിങ്ങളുടെ CE മാർക്കിൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണ്। और लास्ट वन आपका ടെസ്റ്റ് പേപ്പർ है। നോക്കൂ, ഇപ്പോൾ കൊറോണ ആയത് കാരണം ടെസ്റ്റ് പേപ്പറൊക്കെ എത്രത്തോളം നടത്താൻ പറ്റും നമുക്കറിയില്ല। ഞാൻ ഈ പറഞ്ഞ 4 ഇൻഡിക്കേറ്ററും കഴിഞ്ഞ വർഷം വരെ പരിഗണിച്ചിരുന്നതാണ്। ഈ വർഷം ഞങ്ങൾക്ക് ട്രെയിനിങ് കിട്ടിയിട്ടില്ല, ചിലപ്പോൾ ഇതിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാം। എന്തൊക്കെ വ്യത്യാസം വന്നാലും ലോഗ് ബുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നിസ്സാരമായി കളയരുത് കേട്ടോ। तो आपको फर्स्ट ईयर में 80 मार्क्स लिख कर लेना है। 20 मार्क आपके अध्यापक आपको देगा अगर आप अध्यापक का कहना अच्छी तरह माने, उसका पालन करें। നന്നായി ടീച്ചേഴ്സ് പറയുന്ന അനുസരിച്ച് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് 20 മാർക്ക് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല। 80 മാർക്ക് എഴുതിയെടുക്കാനുള്ള സഹായവും പൂർണ്ണമായും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും। അങ്ങനെ 2 വർഷം കൊണ്ട് നിങ്ങൾക്ക് 200 മാർക്ക് ഈസി ആയിട്ട് നേടാം। तो अब हम पहले पाठ की ओर देखें। पहली इकाई सपने സുഹാനെ മനോഹരമായ സ്വപ്നം കാണാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന 4 ലെസൺസ് ആണ് ഇതിലുള്ളത്। അല്ല, ഫസ്റ്റ് ലെസൺ ലഘുകഥ है। ലഘുകഥ എന്താണ്? ഷോർട്ട് സ്റ്റോറി। ലഘുകഥയുടെ പ്രത്യേകത എന്താണ്? एक छोटी कहानी है, इसमें कम पात्र है, इसमें एक घटना या एक दृश्य का वर्णन है।
അപ്പം അങ്ങനെ വളരെ ചെറിയൊരു കാര്യമെടുത്ത് ഒരു കഥയായി ഒരു ക്ലൈമാക്സും ഒരു തുടക്കവും ഒടുക്കവും ഒക്കെ ഉള്ള ഒരു ചെറിയ ഷോർട്ട് സ്റ്റോറിയാണ് നമ്മുടെ അനുതാപ്. अब अनुताप शब्द का अर्थ क्या है? हाँ, अनुताप शब्द का अर्थ पश्चाताप है. कब हमें पश्चाताप होता है? जब हम गलती करें. നമ്മൾ തെറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് പശ്ചാത്താപം ഉണ്ടാകുന്നത് അല്ലേ. കभी कभी हमारी गलतियां ऐसी होती है जो सुधार नहीं सकते. നമുക്ക് തിരുത്താൻ പറ്റാത്ത ചില തെറ്റുകൾ നമ്മുടെ ഭാഗത്ത് നിന്ന് അറിയാതെ ആയാലും ഉണ്ടായാൽ ആ പശ്ചാത്താപം നമ്മുടെ ജീവിത ലൈഫ് ലോങ് നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും അല്ലേ. अनुताप भी ऐसी ही एक कहानी है. देखो, अनुताप में 3 मुख्य पात्र है. 3 मुख्य पात्र नहीं, केवल 3 ही पात्र है. एक नया रिक्शा वाला. रिक्शा वाला എന്താണെന്നറിയാലോ, സൈക്കിൾ റിക്ഷ ഓടിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെയൊക്കെ ഓട്ടോറിക്ഷയാണ് അല്ലേ. ഇപ്പം നോർത്ത് ഇന്ത്യയിൽ ആണെങ്കിൽ സൈക്കിൾ റിക്ഷ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ സൈക്കിൾ റിക്ഷ ഓടിക്കുന്ന ഒരാൾ, അത് നയാ റിക്ഷാവാല എന്നാണ് ടെക്സ്റ്റിൽ ആ ഒരു ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്നത്. अब दूसरा है पुराना रिक्शावाला. पुराना റിക്ഷാവാലയ്ക്ക് ഒരു പേരും കൂടെ പറയുന്നുണ്ട് സ്റ്റോറിയിൽ, അത് വഹി അസലം. അസലം എന്നാണ് പഴയ റിക്ഷാവാലയുടെ പേര്. ഓക്കെ, നയാ റിക്ഷാവാലയുടെ പേര് വേറെ ഒന്നും പറയുന്നില്ല, നയാ റിക്ഷാവാല എന്ന് മാത്രമേ സ്റ്റോറി പറയുന്നു. അടുത്ത് ബാബുജി. ബാബു മാത്രം സർ അല്ലേ, ഏതെങ്കിലും ഓഫീസിൽ ജോലി ചെയ്യുന്നവരാണ് ബാബു പറയുന്നത്. നമ്മൾ ബാപ്പു അല്ല. ബാപ്പു എന്താണ്? ബാപ്പുജി, മഹാത്മാഗാന്ധിയെ പറയുന്ന പിതാജി എന്നുള്ള അർത്ഥത്തിലാണ് അല്ലേ. ബാബു എന്ന് പറയുമ്പോൾ ബാബു സാഹബ്, സർ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ബാബുജി യാത്രി എന്നും പറയുന്നുണ്ട്. അപ്പോൾ റിക്ഷയിൽ യാത്ര ചെയ്യുന്ന ആള് ഒരു ഓഫീസറാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ബാബുജി എന്നാണ് റെസ്പെക്റ്റിൽ ഈ റിക്ഷക്കാർ വിളിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലായി കാണും, ബാബുജിയെ കൊണ്ടുപോകുന്ന 2 റിക്ഷ, ഓഫീസിലേക്ക് കൊണ്ടുപോകുന്ന 2 റിക്ഷക്കാരിൽ ഒരാൾ പണ്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആളാണ്, അയാളുടെ പേരാണ് അസലം. ഇപ്പോൾ കൊണ്ടുപോകുന്ന ആൾക്ക് പേര് സ്റ്റോറിയിൽ പറഞ്ഞിട്ടില്ല, അയാളെ നയാ റിക്ഷാവാല എന്നാണ് പറയുന്നത്. ഇപ്പം നോർത്ത് ഇന്ത്യയിലെ റിക്ഷാവാലയുടെ ഫോട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, വേ ബഹുത് ഗരീബ് ഹോത്തെ हैं, आज भी उनके जीवन में कोई सुधार नहीं, बहुत गरीबी है उन रिक्शे वालों में. ले रिक्शा चलाना बहुत मुश्किल का काम है. तो अब हम देखें पार्ट സ്റ്റോറി. ഈ സ്റ്റോറി ഒരു ഫ്ലാഷ് ബാക്ക് ആയിട്ടാണ് സ്റ്റോറി തുടങ്ങുന്നത്. അതായത് ഇന്നലെ നടന്ന കുറച്ച് സംഭവങ്ങൾ ഇന്ന് അറിയുകയാണ്. ആരറിയുകയാണ്? ബാബുജി അറിയുകയാണ്. ബാബുജി ഇന്ന് ഓഫീസിൽ പോകാൻ വരുമ്പോൾ ഒരു പുതിയ റിക്ഷക്കാരനാണ് ബാബുജിയെ വെൽക്കം ചെയ്യുന്നത് അല്ലേ. എൻ്റെ റിക്ഷയെ വരൂ, ഞാൻ കൊണ്ടുപോകാമെന്ന് പറയാം. അപ്പം ഇയാൾ സ്വാഭാവികമായിട്ടും പഴയ റിക്ഷക്കാരനെ നോക്കുന്നു. അവിടെയാണ് സ്റ്റോറി തുടങ്ങുന്നത്. അപ്പം ഇന്നലെ നടന്ന ഒരു സംഭവമാണ്, അതിദാരുണമായൊരു സംഭവം. ഈ പുതിയ റിക്ഷക്കാരനിൽ നിന്ന് ബാബുജി അറിയണം. എന്താണ് ആ സംഭവം? हाँ, बाबूजी का पुराना रिक्शा वाला, उसका नाम क्या है? असलम. उसकी मृत्यु हो गई है कल. അവിടെ ബാബുജിക്ക് അത് വളരെ ഷോക്ക്ഡ് ആയിപ്പോയി. ഷോക്ക്ഡ് ആയിപ്പോയി ബാബുജി. എന്തുകൊണ്ട്? ये जो असलम है वो बाबूजी को दफ्तर छोड़कर जब वापस आया तभी उसकी मृत्यु हो गई. അസലം ബാബുജിയെ ഓഫീസിൽ വിട്ടിട്ട് തിരിച്ചു വരുന്ന വഴിയിലാണ് അസലമിന് മരണം സംഭവിച്ചത്. നോക്കൂ, ആകസ്മിക് ഹേ നാ, ജീവൻ കിത്തന ക്ഷണിക് ഹേ. ഒരു വല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാവും അല്ലേ. നമ്മുടെ ഇന്നലെ വരെ വളരെ ഇതായിട്ട് കണ്ട, അടുത്ത് പരിചയപ്പെട്ട ഒരാളെ പെട്ടെന്ന് അറിയാണ് അയാൾ മരിച്ചുപോയി. അപ്പോൾ കൂടുതൽ ബാബുജി അന്വേഷിക്കുമ്പോൾ ബാബുജിക്ക് എന്താ മനസ്സിലാവുന്നത്? वो असलम एक बीमार है. क्या बीमारी है उसको? उसके दोनों गुर्दे खराब हो गए. പാവം അസലമിൻ്റെ 2 കിഡ്നിയും എന്താണ് അപകടാവസ്ഥയിലാണ്. നിങ്ങൾക്കറിയാലോ, കിഡ്നി അപകടാവസ്ഥയിലാവാന്ന് പറഞ്ഞാൽ നമ്മുടെ മുഴുവൻ സിസ്റ്റത്തെയും അത് ബാധിക്കും. നമ്മുടെ ബ്ലഡിനെ ശുചീകരിച്ച് വീണ്ടും ഈ ബ്ലഡ് ശരീരത്തിൽ റൊട്ടേറ്റ് ചെയ്യിക്കുന്നത് കിഡ്നിയുടെ ഫങ്ഷനിങ് കൊണ്ട് മാത്രമാണ്. അപ്പോൾ നമ്മുടെ ബ്ലഡിനെ ശുദ്ധീകരിക്കാൻ പറ്റാണ്ട് വരുമ്പോൾ ഈ മാലിന്യങ്ങൾ മുഴുവൻ നമ്മുടെ ബ്ലഡിൽ ഇങ്ങനെ അലിഞ്ഞു കിടക്കും. അപ്പോൾ കിഡ്നി പേഷ്യൻസിന് ഉള്ള ചികിത്സ എന്താണ്? ഒന്നുകിൽ കിഡ്നി മാറ്റി വെക്കണം അല്ലേ, അല്ലെങ്കിൽ ബ്ലഡ് മുഴുവൻ പുറത്തെടുത്ത് ശുചീകരിച്ച് വീണ്ടും കൊടുക്കണം. അതിനൊക്കെ നല്ല ചിലവാണ് അല്ലേ. അപ്പോൾ നമ്മുടെ അസലം ബഹുത് ഗരീബ് ഹെ.
उसको इलाज करने के लिए पैसा नहीं है, शायद इसलिए उसने अपनी इलाज ठीक तरीके से नहीं की, इसलिए उसको റിക്ഷ भी ചലാനാ പടാ. നോക്കൂ, ഈ ഒരു അവസ്ഥയിലും 2 കിഡ്നിയും ഡാമേജ് ആയ അവസ്ഥയിലും നമ്മുടെ അസലം റിക്ഷ ഓടിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ഇവൻ അസുഖമാണെന്ന് ഇയാൾ നേരത്തെ അറിയുന്നുണ്ട്, പക്ഷെ ഇയാൾക്ക് ചികിത്സിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ അസലം നമ്മുടെ നമ്മുടെ ബാബുജി ഓഫീസിലെത്തിച്ചിട്ട് മടങ്ങുന്ന വഴി മൂത്രതടസ്സം ഉണ്ടാകുന്നു. മൂത്രതടസ്സം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ദയനീയമാണല്ലേ. നമുക്ക് തന്നെ ഒന്ന് യൂറിനേറ്റ് ചെയ്യണമെന്ന് തോന്നിയാൽ വല്ലാത്തൊരു വിമ്മിഷ്ടമാണ്. അപ്പോൾ പിന്നെ ഒരു ദിവസങ്ങളായി യൂറിനേറ്റ് ചെയ്യാൻ കഴിയാതിരിക്കുന്ന ഒരാളുടെ വിമ്മിഷ്ടം, വയറിൻ്റെ വേദനയും ശരീര തളർച്ചയും ആലോചിക്കാൻ വയ്യാത്ത ഒന്നാണ്. അസലം അങ്ങനെ അസ്വസ്ഥനായി ആശുപത്രി പോകുന്ന വഴിക്ക് മരിക്കുകയാണ്. ഈ വാർത്ത കേൾക്കുന്ന ബാബുജി ആകെ അപ്സെറ്റ് ആവാണ്. നോക്കൂ, അതിദയനീയമായ അവസ്ഥയാണ് ബാബുജിയുടേത്. നമുക്ക് അതിഭയങ്കരമായ ദുഃഖമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അമിതമായ സന്തോഷം ഉണ്ടാകുമ്പോൾ നമ്മൾ പരിസരം മറന്നു പോകും. യഹാ ബി ബാബുജി സബ് കുച്ച് ഭൂൽ ജാത്തെ ഹൈ. एक സന്നാട്ട ഛാഗയ എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു നിശബ്ദത ബാബുജിയെ ബാധിച്ചു. കാരണം ചുറ്റും നടക്കുന്ന ഒന്നും ബാബുജി അറിയുന്നില്ല. ബാബുജി അന്തം വിട്ടുപോയി. എൻ്റെ അസലം മരിച്ചുപോയി, എന്നെ ഇന്നലെ കൊണ്ടുപോയ അസലം മരിച്ചുപോയി. പെട്ടെന്ന് അയാളുടെ മനസ്സിൽ തലേ ദിവസത്തെ ദൃശ്യം വരികയാണ്. നമ്മുടെ ബാബുജിക്ക് നടരാജ് ടോക്കീസ് എന്ന് പറഞ്ഞാൽ ഫിലിമി തിയേറ്ററാണ്. അത് കഴിഞ്ഞിട്ട് ഡാക്കർ പോസ്റ്റ് ഓഫീസിലാണ് ബാബുജി വർക്ക് ചെയ്യുന്നത്. ഡാക്കർ പോസ്റ്റ് ഓഫീസ്. ഒരു വലിയ കയറ്റം കയറി വേണം ആ ഡാക്കറിലെത്താൻ. അപ്പോൾ ഈ നടരാജ് ടോക്കീസ് ആ ഫിലിം തിയേറ്റർ കഴിഞ്ഞ ഒരു വലിയ കയറ്റം കയറി ഈ ഡാക്കറിലെത്തുന്നതിന് ഇടയ്ക്ക് വലിയൊരു കയറ്റമുണ്ടല്ലോ. ഈ കയറ്റം കയറിയ അസലമിൻ്റെ ചിത്രം, തലേ ദിവസം അസലം വീർപ്പ് മുട്ടി നടുവിൽ പിടിച്ച് വയറിൽ താങ്ങി അസ്വസ്ഥതയോടെ റിക്ഷ വലിച്ച ദൃശ്യം നമ്മുടെ ബാബുജിയുടെ മനസ്സിൽ വരികയാണ്. അപ്പോൾ ബാബുജി വിചാരിക്കണം, അയ്യോ വേർത്ത് തലേ വഴി ആ ഗഞ്ചേസിർ എന്ന് പറഞ്ഞാൽ എന്താ, കഷണ്ടി തലയിൽ, അസലമിൻ്റെ കഷണ്ടി തലയിൽ നിന്ന് ഇങ്ങനെ വേർപ്പ് വരുന്നതും ശരീരത്തിൽ വേദന കൊണ്ട് അയാൾ അമർത്തി പിടിക്കുന്നതും ബാബുജി വിശ്വസിച്ചോ തലേ ദിവസം? ഇല്ല. ബാബുജി വിചാരിച്ചു ഇയാൾ അഭിനയിക്കുകയാണ്, ജോലി ചെയ്യാൻ മടിയുള്ളതുകൊണ്ട് ഇയാൾ അഭിനയിക്കുകയാണ്, ഇയാൾ എന്നെ ഈ കയറ്റം വലിച്ച് മേളിൽ കയറ്റാൻ മടിച്ച് അഭിനയിക്കുകയാണ്, അങ്ങനെ ഇപ്പം അയാൾ സൂചിക്കേണ്ട, അയാൾ എൻ്റെ നിന്ന് പൈസയൊക്കെ ചോദിച്ച് വാങ്ങിക്കാൻ അറിയാമല്ലോ. ഇങ്ങനെയൊക്കെ ന്യായീകരണങ്ങൾ സ്വയം കണ്ടെത്തി ബാബുജി ആ റിക്ഷയിൽ തന്നെ ഇരുന്നു. ആദ്യം ഒന്ന് ഇറങ്ങണമെന്നൊക്കെ ബാബുജിക്ക് തോന്നിയെങ്കിലും ബാബുജി ഇറങ്ങിയില്ല. ക്യാ ഹുവാ? ബാബുജി को छोड़कर जब वापस आया असलम की मृत्यु हुई तो क्या असलम का अभिनय था? असलम യഥാർത്ഥത്തിൽ അഭിനയിക്കുകയായിരുന്നോ? ഇല്ല. അസലമിൻ്റെ ആ ദയനീയ അവസ്ഥ മനസ്സിലാക്കാൻ हमारे बाबूजी को नहीं हुआ. और क्या हुआ? बाबूजी अब पश्चाताप से बहुत दुखी हो गया. तो वह इतना दुखी हो गया कि वह ये भी भूल गया कि आज एक नया रिक्शा वाला उसका रिक्शा खींच रहा है. ഒരു പുതിയ റിക്ഷക്കാരനാണ് ഇന്ന് എൻ്റെ റിക്ഷ വലിക്കുന്നതെന്നും അയാൾക്ക് നല്ല ആരോഗ്യമുണ്ടെന്നും അയാൾക്ക് ഈ കയറ്റം കയറാൻ ബുദ്ധിമുട്ടില്ല എന്നും പോലും ഓർക്കാൻ നമ്മുടെ ബാബുജിക്ക് കഴിഞ്ഞില്ല. ബാബുജി പെട്ടെന്ന് നടരാജ് ടോക്കീസ് കണ്ടപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ആ ഓർമ്മയിൽ റിക്ഷയിൽ നിന്ന് ചാടി ഇറങ്ങുകയാണ്. ഇറങ്ങിയിട്ട് തലകുനിച്ച് വളരെ വിഷമത്തോടെ ആ കയറ്റം നടന്ന് കയറി. നമ്മുടെ പുതിയ റിക്ഷവാലയ്ക്ക് വല്ലതും മനസ്സിലായോ? ഇല്ല. അയാൾ അന്തം വിട്ടു. ഇദ്ദേഹത്തിന് എന്ത് പറ്റി? സാധാരണ ആരും ഇങ്ങനെ ഇറങ്ങാറില്ലല്ലോ, ഇയാൾ എന്തിനാ ഇറങ്ങി നടക്കുന്ന ഈ സാറ്? അയാളൊന്നും മിണ്ടിയില്ല. റിക്ഷക്കാരനും ബാബുജിയോടൊപ്പം റിക്ഷ വലിച്ച് ആ കയറ്റം കയറിപ്പോയി. അവിടെയാണ് കഥ അവസാനിക്കുന്നത്. അവിടെ നോക്കൂ, ഒരു ഫ്ലാഷ് ബാക്കിൻ്റെ കൂടെ അടുത്ത ഫ്ലാഷ് ബാക്ക് എന്ന പോലെയാണ് സ്റ്റോറി പോകുന്നത്, ഒരു പ്രത്യേക സ്റ്റൈലിൽ. അങ്ങനെ എഴുതിയത് കൊണ്ടാണ് ഈ സ്റ്റോറി ഇത്ര എഫക്റ്റീവായത്. അല്ലാതെ ആദ്യമേ അസലം മരിച്ചു പോയതിൻ്റെ കാരണം കൊണ്ടാണ് എന്ന് പറഞ്ഞ് നമ്മൾ പണ്ടൊരു രാജാവ് ഉണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞ് ഈ കഥ തുടങ്ങിയെങ്കിൽ ഈ കഥയ്ക്ക് ഇത്ര ഭംഗി വരില്ലായിരുന്നു. അപ്പോൾ കഥ ഒരുവിധം നിങ്ങൾക്കിപ്പം മനസ്സിലായി കാണും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ കഥയുടെ പ്രധാന വാക്യങ്ങളെടുത്ത് അതിനെ അനലൈസ് ചെയ്ത് കഥയുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലണം.
അപ്പോൾ കഥ ഒന്ന് റഫായിട്ട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അത് മലയാളത്തിലാണ് പറഞ്ഞത്. ഹിന്ദി വായിക്കാൻ അറിയാവുന്നവർ, ഹിന്ദി നന്നായിട്ട് വായിച്ച് അർത്ഥം മനസ്സിലാക്കാൻ അറിയാവുന്നവർ ഇനി ഒന്ന് വായിച്ചു നോക്കൂ, അപ്പം നിങ്ങൾക്ക് കഥ പെട്ടെന്ന് മനസ്സിലാവും. ओके, धन्यवाद बच्चों। फिर अगली कक्षा में हम शुक्रवार को मिलेंगे। धन्यवाद।